ക്കെതിരായ അതിവിപുലമായ ഐക്യം, ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഐക്യം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയം ഇതിൻ്റെ എല്ലാം മുകളിൽ സജീവമായി ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനം കേരളത്തിൽ നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങൾ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം, പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം അങ്ങനെയില്ല. ഇത് കൂടിയാലോചനയിലൂടെ പരിഹാരം കാണേണ്ടതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. അങ്ങനെ CPM മാത്രം എടുക്കേണ്ട ഒരു സമീപനമല്ല എന്ന നിലപാട് CPI യിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടാണ്. CPI നിലപാടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ചില തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹാരം കാണണം. അങ്ങനെ തർക്കങ്ങൾ ഉയർന്ന സന്ദർഭങ്ങളിലെല്ലാം അത്തരം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നവും അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകാനില്ല. ഞാനൊരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. മുമ്പും ഉപനേതൃത്വ പദവി CPM വഹിച്ചിട്ടുണ്ട് മുമ്പ്. അതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പരസ്പരം കൂടിയാലോചന നിർബന്ധമാണ്. അതില്ലാതെ ഒരു പ്രഖ്യാപനം നടത്തി മാറ്റുന്നത് ശരിയല്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിലും ഇത്തരത്തിൽ ഈ പ്രതികരണങ്ങളിൽ കുറെ കൂടി ജാഗ്രത പാലിക്കട്ടെ. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നു. ഒപ്പം തന്നെ ഞാൻ അതിന്റെ ഒന്നും ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്രത്തിൽ ഞാൻ വായിച്ചു. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിഷയമില്ല. അത് പാർട്ടിക്കകത്തെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം പറയേണ്ടുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു വിവാദത്തിലേക്കോ എന്തെങ്കിലും പ്രതികരണത്തിലേക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും ആ ശ്രമം ഞാൻ ഈ കാര്യത്തിൽ നടത്തി മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ആലോചിക്കാം. ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ല, അതൊരു വലിയ വിഷയമല്ല. അത് അങ്ങനത്തെ ഒരു എമർജൻസി കൊടുത്തിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തിട്ട് തീരേണ്ട ഒരു വിഷയമല്ല. സർക്കാരായിക്കോട്ടെ, സർക്കാർ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ഇവിടെ ഈ തീരുമാനം എടുക്കാത്തോണ്ട. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ശക്തമായി തുടരുകയല്ലേ. എന്തെല്ലാം ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അതുകൊണ്ട് അത്ര എല്ലാറ്റിനും സമരമല്ല പരിഹാരം. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് CPIയുടെ രാഷ്ട്രീയ പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല. മുന്നണീൻ്റെത് കഴിഞ്ഞ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് മുന്നണി യോഗം ചേർന്നത്. മുന്നണി യോഗം ചേരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണക്കനുസരിച്ച് മുന്നണി യോഗം ചേർന്ന് കാര്യങ്ങൾ കൊണ്ടുപോകും. മുന്നണിയിൽ ഒരു ധാരണയില്ലാതെയാണോ പ്രതിപക്ഷ നേതാവ് അതൊരിക്കലും ഇത് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ഓരോ പൊസിഷന്റെ പ്രശ്നം ബന്ധപ്പെട്ട പാർട്ടികളുമായി. ശരി, പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF കൺവീനർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഈ വിഷയത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് CPI കടക്കും എന്ന വിലയിരുത്തലുകളൊക്കെ നിലനിൽക്കെ കൂടിയാണ് LDF കൺവീനറിന്റെ ഈ പ്രതികരണം ഈ സമയം പുറത്തു വരുന്നത് എന്നുള്ളത്.